Career development. Career development involves a person's past, present, future work roles, and it is linked to a person's self-concept, family life, and all aspects of one's environmental and cultural condition. So, career development is a major aspect of human development, and it is essential for implementing career plans, and it includes one's entire lifespan and concerns the whole person. Career development is a process where employees strategically explore, plan, and create their future at work by designing a personal earning plan to achieve their potential and fulfill the organizational needs for a vital and effective workforce. സോ കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ, കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് സെർച്ച് ചെയ്യുക, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുശേഷം ഓർഗനൈസേഷനിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല പ്രൊഡക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുക. സോ ഇറ്റ്സ് എ പർപ്പസ് ടു ഇൻക്രീസ് ദ കറൻറ്റ് പെർഫോമൻസ് ആൻഡ് എനേബിൾസ് ഇൻഡിവിജ്വൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഇസ്ന്റ് ഇറ്റ്. അപ്പോൾ നമ്മളുടെ കറൻറ്റ് പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്ത് അതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം അല്ലേ, ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ടു മീറ്റ് കരിയർ ആസ്പിറേഷൻ ആൻഡ് ജോബ് റിക്വയർമെൻറ്റ്സ്. So many companies are even offer these career opportunities, but the employee's role to make sure that he land in the jobs at the levels he most wanted. There are several ways to get there. The first one is identifiable career path. That means each job has a specific skills that are required to സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദ ജോബ് അല്ലേ. നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോബ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ജോബ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ടത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സ്കിൽസുകൾ വേണം. അപ്പോൾ ആ സ്കിൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻറ്റ്. We have already discussed about this in job description. Okay, then too. അപ്പോൾ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈലിലേക്ക് ഒരു പേഴ്സൺ വർക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോബ് കരിയറാണ് ആ പേഴ്സൺ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീ ഷുഡ് സ്റ്റഡി, അതായത് കൂടുതലും എന്തൊക്കെയാണ് അക്കൗണ്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ളത്, അതായത് ഇൻഡെപ്ത് സ്റ്റഡി കണ്ടക്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ബേസിക് അക്കൗണ്ടിങ് സിസ്റ്റം, അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ്, നമ്മൾ ആർക്കൊക്കെയാണ് റിപ്പോർട്ട്സുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, പിന്നെ റിക്രൂട്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് എംപ്ലോയറാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ജോബിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഉള്ള പേഴ്സൺസിന് തന്നെയാണ് സെലക്ട് ചെയ്യുക അല്ലേ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതായത് നമ്മളുടെ ഇൻഫോർമേഷൻസ് മറ്റൊരു പേഴ്സണായിട്ട് കൺവേ ചെയ്യണം അല്ലേ. ആ മെസ്സേജൊക്കെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, പിന്നെ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ, പിന്നെ അതേപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയർ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമ്മൾ ഈ ഒരു ജോബ് പ്രൊഫൈലിലേക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എംപ്ലോയറും അതേപോലെ തന്നെ എംപ്ലോയിയും അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് എന്താണ് കരിയർ, നമ്മൾ ഏത് കരിയറാണ് സെലക്ട് ചെയ്യുന്നത്, അതിലെന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ കറൻറ്റ് പെർഫോമൻസ് എങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഫ്യൂച്ചറിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത് എന്നുള്ളത് എംപ്ലോയിയും അതേപോലെ തന്നെ എംപ്ലോയറും തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദ എംപ്ലോയി ഷുഡ് മീറ്റ് his immediate supervisor or manager to discuss about the available career paths, and the employee should keep in mind that
some point of his career might have to change jobs in order to continue tracking upwards to more senior levels അല്ലേ. അപ്പോൾ നമുക്ക് സീനിയർ ലെവൽസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഇപ്പോൾ കറണ്ട് ജോബിൽ നമ്മുടെ കരിയർ പാത്ത് എങ്ങനെയാണ്, നെക്സ്റ്റ് സ്റ്റെപ്സ് നമ്മൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, എങ്ങനെ നമ്മളുടെ അപ്വേർഡായിട്ട് പോകണം എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വേ പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ്. Okay, on the job training we have already discussed in the methods of training അല്ലേ. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? Specific job training provided to the employees to ensure that each employee can adequately perform the functions of the job അല്ലേ. നമ്മൾ ജോബിൻ്റെ ടൈമിൽ തന്നെ നമ്മൾ അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പർട്ടിക്കുലർ അസൈൻമെൻറ്റ് എങ്ങനെയാണ് അത് റിവ്യൂ ചെയ്യാനും, പുതിയ എംപ്ലോയി എത്ര ടൈമിനുള്ളിലാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് വളരെ മിനിമലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ ജോബ് പെർഫോം ചെയ്യുന്നതിനുള്ള എല്ലാ ഫങ്ഷൻസും നമ്മൾക്ക് ഈ എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കാനും പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്രോസ് ട്രെയിനിങ്. ക്രോസ് ട്രെയിനിങ് അലോസ് ദ എംപ്ലോയി ടു കണ്ടിന്യൂ ടു വർക്ക് ആൻഡ് ടു ബി പെയ്ഡ് ഔട്ട് ഓഫ് her or regular department while learning job skills in a different business at a company. അപ്പോൾ വേറൊന്നുമില്ല, ക്രോസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവാണ് എംപ്ലോയീസിനാണെങ്കിലും എംപ്ലോയർക്കാണെങ്കിലും. അവിടെ സ്കിൽസ് എക്സ്പാൻഡ് ചെയ്യുക. ക്രോസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു വർക്ക് ചെയ്യും, നമ്മൾ ജോബ് റൊട്ടേഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എംപ്ലോയീസ് വെർസറ്റൈൽ ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷനിലെ വർക്കുകളെല്ലാം അവർക്ക് ജോബ് റൊട്ടേഷൻ ഓരോരോ പൊസിഷനിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോബ് റൊട്ടേഷൻ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണ് ക്രോസ് ട്രെയിനിങ്. ആ ഒരു ഓർഗനൈസേഷനിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേയ്സ് വരെ അവർക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി വർക്ക് ചെയ്യാം. അവർക്ക് അവിടുത്തെ സ്കിൽസ് എല്ലാം ഗെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു എംപ്ലോയി ആണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ ചെയ്യുന്ന വർക്ക് മാത്രമല്ല നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്കുകളും കൂടിയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ക്രോസ് ട്രെയിനിങ്ങിലൂടെ എന്ന് പറഞ്ഞാൽ കറണ്ട് മാനേജറുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് റിസീവ് ചെയ്യാനും ആ പേഴ്സണെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇട്ടിട്ട് അവിടുത്തെ വർക്കുകളും കൂടി അവർക്ക് ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് ക്രോസ് ട്രെയിനിങ്. സോ നമ്മളുടെ കരിയർ ഏതാണ് കുറച്ചും കൂടി നല്ലത്, നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കുകൾ തന്നെയാണോ നമ്മൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് വേറൊരു വർക്ക് ചെയ്യുമ്പോഴാണോ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രോസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മെൻറ്ററിങ്. Okay, mentoring programs pair experienced professional at a company with less experienced professionals. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയിൽ മെൻറ്ററും ഉണ്ടായിരിക്കും മെൻറ്റീസും ഉണ്ടായിരിക്കും. മെൻറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എംപ്ലോയീസിനാണ് മെൻറ്റേഴ്സ് പ്രോഗ്രാംസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾക്ക് എന്തൊക്കെ ഡെവലപ്മെൻറ്റ് നീഡ്സ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം, നമ്മളുടെ വീക്കർ സ്കിൽസ് എങ്ങനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മളെ മോണിറ്റർ ചെയ്യുന്നതൊക്കെ മെൻറ്ററാണ്. സോ ഹിയർ through the mentoring relationship, the mentee can ask questions to the mentors about the career development,
then the structure of the company, then identify the important networking events and way to strengthen the weaker skills. അപ്പോൾ എംപ്ലോയീസിന് മെൻറ്ററിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാനും നമ്മൾക്ക് നല്ല രീതിയിൽ അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പോകണം. അപ്പോൾ ഫ്രീക്വൻ്റ്ലി മെൻറ്ററും മെൻറ്റിയും തമ്മിലുള്ള റിലേഷനിൽ അല്ലെങ്കിൽ നല്ലൊരു ഡയലോഗിലാണ് അവർ എൻഗേജ് ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മൾക്ക് മെൻറ്റേഴ്സിനും മെൻറ്റിക്കും അവരുടെ പെർഫോമൻസ്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ കമ്പനിയുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഷെയർ ചെയ്യാനും അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ്. നെറ്റ്വർക്കിംഗ് ഇവൻറ്റ് മീൻസ് നമുക്ക് ലഞ്ച് ആൻഡ് ലേൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ഓർഗനൈസേഷൻ ഹാവ് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്, സോ അവർക്ക് പരസ്പരം കാണാനും അതേപോലെ തന്നെ സീനിയേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാനും ഉള്ള ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ സീനിയേഴ്സിൻ്റെ അടുത്ത് സീനിയർ പോസ്റ്റിലേക്ക് അതല്ലെങ്കിൽ അവിടുത്തെ ജോബ് പ്രൊഫൈലും ജോബ് ഡിസൈനും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അവർക്ക് അവരുടെ കരിയറിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ളൊരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സോ നെറ്റ്വർക്കിംഗ് ഇവൻറ്റിലൂടെ it helps the employee to learn more about the broader services and products provided by the company. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് അനലൈസ് ചെയ്യാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെയാണ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രക്ചേർഡ് ഇൻ ഹൗസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. So to train the employees who step into new roles, the company have a developed in-house training department and a curriculum. The senior leaders in training departments work with businesses in the company to identify the skill gaps, trends and needs. From this, the training programs to a particular business at the company. So they are providing training programs. So in-house training programs might be executive rating, then art of negotiation, okay, പിന്നെ ബഡ്ജറ്റ്സുകളെല്ലാം മാനേജ് ചെയ്യുക, എക്സ്പെൻസസ്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഉള്ള എംപ്ലോയീസിൻ്റെ സ്കിൽ ഗാപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, നീഡ്സ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാം. And the next one is external seminars. So external seminars എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിസിനസ് സ്കൂൾസും അതേപോലെ തന്നെ ട്രെയിനിങ് ഓർഗനൈസേഷൻസ് എല്ലാം സെമിനാർസൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ. സെമിനാർസ്, ഫോറംസ്, അതായത് സിമ്പോസിസം. അപ്പോൾ അങ്ങനെയുള്ളത് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലെ ട്രെയിനിങ് റെപ്രസെൻറ്റേറ്റീവ്സിന് അതല്ലെങ്കിൽ എംപ്ലോയീസിന് അവിടെ നിന്ന് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം നമ്മുടെ ഓർഗനൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവിടേക്ക് എംപ്ലോയീസിനെ വിടാം. ഓക്കെ, സോ ആ പേഴ്സൺസ് അവിടെ പോയി അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്കിൽസും നോളേജസൊക്കെ ഇമ്പ്രൂവ് ചെയ്യും അല്ലേ. അപ്പോൾ അത് അവരുടെ പെർഫോമൻസിലും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ these are the ways of career development. ഇപ്പോൾ 7 ways ആണ് പറഞ്ഞത്. ഐഡൻറ്റിഫിക്കബിൾ കരിയർ പാത്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, ക്രോസ് ട്രെയിനിങ്, മെൻറ്ററിങ്, networking events, structured in-house development programs, then external seminars. Then we can move to the objectives of career development. So career development is mainly concerned with producing better employees and maximizing employee potential. So career development programs can help the unemployed persons to find jobs or provide workers with the skills and tools they need to advance within a corporation or organization. So let's move to the objectives of career development. The first one is self-awareness.
Self-awareness, one of the major objective of career development program. It is to create a sharp sense of self-awareness among the participants. The employees should be able to identify their strength and weakness in order to apply their skills more effectively. Then understanding shortcomings is also useful in teaching employees where to focus and efforts ടുവേർഡ് ദ ഇമ്പ്രൂവ്മെൻറ്റ്. സോ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ളതും പിന്നെ പെർസീവ്ഡ് ആയിട്ടുള്ള കരിയർ അഡ്വാൻസ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. സെൽഫായിട്ട് അവെയർ ചെയ്യുക, അതായത് നമ്മൾ എക്സാമിൻ ചെയ്യുക നമ്മുടെ അവൈലബിൾ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, മേക്കിംഗ് എ ഓണസ്റ്റ് അസസ്മെൻറ്റ് ഓഫ് എൻ എംപ്ലോയി സ്കിൽസ് കരിയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഓരോ എംപ്ലോയിക്കും ഒരു റിയലിസ്റ്റിക് ഔട്ട്ലുക്ക് ഉണ്ടായിരിക്കും ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. So this one is the major objective of career development program. And the next one is flexibility. Career development also locates enhanced flexibility as an objective. Now employees are working in the changing world, so adaptation is essential skill. Okay, so employees who find themselves unable to adapt in changing working place may suffer from decreased productivity or be unable to compete with workers whose skills are more flexible and ഈസിയർ ടു അപ്ലൈ അക്രോസ് എ റേഞ്ച് ഓഫ് ടാസ്ക്. സോ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, സോ അതിൽ മാത്രമാണ് നമ്മൾ ഇൻഡെപ്ത് നോളേജ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഏതൊരു സിറ്റുവേഷനിലും നമ്മൾക്കത് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. സോ ഫ്ലെക്സിബിലിറ്റിയാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞത്. And the next one is education. Education is among the most straightforward objective of career development. Then such programs attempts to give employees or prospective employees access to information about the job opportunities and options for skill training. അപ്പോൾ നമ്മൾക്ക് എഡ്യൂക്കേഷനിലൂടെ മാത്രം തന്നെയാണ് എംപ്ലോയീസിന് എന്ത് കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ചൂസ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഇഫക്റ്റീവ്നെസ് ഒക്കെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ എഡ്യൂക്കേഷൻ ഓൺലി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സെൻസിറ്റിവിറ്റി ടു ഡൈവേഴ്സിറ്റി. സോ മെനി കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് മേക്ക് സെൻസിറ്റിവിറ്റി ടു ഡൈവേഴ്സിറ്റി ഇൻ ദ വർക്ക് പ്ലേസ് എ ടോപ്പ് പ്രയോറിറ്റി. Then the workers are frequently put into the contact with the members of different backgrounds and culture. അല്ലേ? അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള എംപ്ലോയീസും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല കൾച്ചറിലും വരുന്ന വർക്കേഴ്സൊക്കെ ഉണ്ട്. സോ അവരുടെ വർക്ക് ഹാബിറ്റ്സും അതേപോലെ തന്നെ വ്യൂ പോയിൻറ്റ്സും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എന്നിരുന്നാലും അതിലൊരു കൺഫ്യൂഷനോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? വി ഹാവ് ടു ഗീവ് എഡ്യൂക്കേഷൻ അല്ലേ. വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ വർക്കേഴ്സ് അബൌട്ട് ദ കസ്റ്റംസ് ആൻഡ് കൺസേൺസ് ഓഫ് അതേഴ്സ് അല്ലേ. നമ്മുടെ ഓർഗനൈസേഷനിലെ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ അതിലൂടെ എന്താണ്? വി ക്യാൻ പ്രിവെൻറ്റ് ദ സോഷ്യൽ പ്രോബ്ലംസ് and embracement in a diverse workplace. So these are the objectives of career development.